ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ശബരിമല ബ്ലോഗിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഞാൻ പോയി വന്നിട്ട് ഏകദേശം 1 വീക്ക് അടുത്താവാനായി. എനിക്ക് മെയിനായിട്ട് തൊണ്ടവേനയും പിന്നെ ബാക്ക് പെയിനും കാര്യങ്ങളും ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. തൊണ്ടവേന എപ്പോഴും കുറവൊന്നുമില്ല, അത് നിങ്ങൾ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ടാസ്ക്കൊക്കെ എടുത്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഗൈസ്. അപ്പോൾ അങ്ങനെ കെട്ടുന്നറ കഴിഞ്ഞു, ഇനി ഫുഡ് കഴിക്കണം. 11 മണിയാകുമ്പോൾ വണ്ടി വരുന്ന പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കെട്ട് നിറച്ചത് പോയി കണ്ടിട്ട് പോവാം. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഹായ് ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു കിട്ടും. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഞാനങ്ങ് പോയി. അച്ഛനും അമ്മയും പിന്നാലെ വരാറുണ്ട്. ചെന്ന വൈകന്നെ കാണുന്ന ഗുരുസ്വാമി തേങ്ങ സെറ്റാക്കലായിരുന്നു. പിന്നെ പോണ സ്വാമിമാരെ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും അച്ഛയും അമ്മയും വന്നിട്ടില്ല കേട്ടോ. ഇവരെന്ത് പോസ്റ്റ്, ഞാൻ വിചാരിച്ചു ഇവരെന്നെ മറന്നോന്നൊക്കെ. പിന്നെ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു. നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നു. ഭഗവാൻ ശരണം. അപ്പോൾ എല്ലാവരുടെ കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞ് നമ്മൾ ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയിട്ടോ. ചിലവർക്ക് അനുഗ്രഹം കൊടുത്തിട്ടും ചിലവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കി. എന്നിട്ട് പിന്നെ ഗുരുസ്വാമി ഇരുമ്പുടി കെട്ട് നമ്മൾ തലയിലൊക്കെ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടു. വണ്ടി വരാനുള്ള ഗ്യാപ്പ് നമ്മളെല്ലാവരും ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള രീതിയിൽ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഫാമിലിയും കഴിച്ചു. ഇപ്പോഴാണ് ഇതേ നോക്കിക്കുക, നമുക്ക് പോകേണ്ട വണ്ടി മന്ദം വന്നുകൊണ്ടിരിക്കുന്നു. അയ്യേതാ മമ്മി കരയണു. ഷെയിം. അപ്പൊ ഞാൻ പോയിട്ട് വരാ, ടാറ്റാ ബൈ ബൈ. വീഡിയോയിൽ കാണുന്ന സന്തോഷമൊന്നും എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഫുള്ളി ആക്ടിങ്. വേറെ ഒന്നുമല്ല, മെന്റലി ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അതിന് കുഞ്ഞു കാരണങ്ങൾ തന്നെ ഉണ്ട് ബസ്സിലേക്ക് കയറിയ ടൈമിൽ തന്നെ. അപ്പം പിന്നെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കുളം. അപ്പോൾ മനസ്സിലായി അങ്ങാടിപ്പുറം അമ്പലം എത്താനായിരുന്നു. കാരണം എനിക്ക് അതുവരെയുള്ള അവിടെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ കുറച്ച് സ്വാമിമാർ കൂടി ജോയിൻ ചെയ്തു കിട്ടും. അപ്പോൾ ഒഫീഷ്യലി നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുറേ ദൂരം ഓടിയ ശേഷം ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു കിട്ടും. അപ്പോൾ കൂട്ടത്തിൽ എണ്ണ അടിക്കാമല്ലോ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ വെള്ളമല്ലാന്ന്. അപ്പോൾ നേരെ പോയി റീഫിൽ ചെയ്തു. അവിടെ നിന്ന് വെച്ച് പിടിച്ചു കിട്ടും. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗുരുവായൂരാണ്. ചെന്ന വൈകന്നെ സൂര്യൻ കണ്ണി കഴിച്ചിട്ട് കണ്ണും കാണില്ല. ഇതെന്താ പാറാത്ത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ കണ്ടിട്ടുള്ളത്. അയ്യോ സ്വാമി നിൽക്ക്, ഞാനുണ്ട്. കുളം കണ്ടതും എല്ലാവരും ഇറങ്ങി, കൂട്ടത്തിൽ ഞാനും ഇറങ്ങി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് 5 പേർക്കും തൊഴുകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പുറത്തു നിന്ന് തൊഴുത്തിട്ട് നൈസായിട്ട് വിട്ടു. പിന്നെ കുറേ അങ്ങ് തലങ്ങും വിലങ്ങൊക്കെ നടന്നപ്പോൾ ദേ വരുന്നു അവർ മന്ദം കുലുങ്ങി. അപ്പോൾ ഇനി നമ്മൾ പോകണത് ചായ കുടിക്കാനാട്ടോ. കുറേ നേരമായി ചായ കുടിക്കണം തോന്നല്. സുസു വഹിക്കേണ്ട തന്ത്രപ്പാടില്ല കേട്ടോ എല്ലാവരും. ബൈ. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി നമ്മൾ പോണ തൃപ്രയാറൊക്കെ കേട്ടോ. അപ്പോൾ നല്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റഷ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ക്യാമറ റൈറ്റിലേക്ക് തിരിച്ചുവിടുന്ന നല്ലൊരു കാഴ്ച. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് വൈകുന്നേരം ടൈമായും കൂടി അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല, ക്യാമറയ്ക്ക് വരെ താങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ മീനൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരെ പോയിട്ട് ഒരു 20 രൂപയുടെ രസീത് എടുത്ത് നമ്മൾ മീനൂട്ടാൻ തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയുള്ള കായൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കായലിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇതേ അങ്ങ് ദൂരത്തു നിന്ന് ചേട്ടന്മാർ മോട്ടറിൻ്റെ സ്പീഡിലാണ് ആൾ പറന്നു പോകുന്നത്, പക്ഷേ മോട്ടറില്ല. അപ്പോൾ നമ്മുടെ തൊഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് ഒരു ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട്, അവിടേക്കും പോയി. ടാറ്റാ ബൈ. അപ്പോൾ ഈ പാട്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ അടുത്തത് ഏത് അമ്പലത്തിലോട്ടാണ് പോണതെന്ന്. അപ്പം നമ്മളെല്ലാവരും ഈ ഓടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, 8 മണിക്ക് നട അടയ്ക്കുന്നൊക്കെ ആരോ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എല്ലാ ഭക്തരും കണ്ട ശേഷമുള്ള നട അടയ്ക്കാന്നാണ്. നൈസ് കേട്ടോ, അടിപൊളി ദേവി. ഇതൊക്കെ ശരിക്കും മോർണിംഗ് ആട്ടോ. കണ്ട് നൈറ്റ് ആയതുകൊണ്ട് വ്യൂ ഒക്കെ കുറവാണ്.
അപ്പോൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ നമ്മൾ 5-6 പേര് സോപ്പും എണ്ണയൊക്കെ വാങ്ങാൻ പോയിട്ട് വേറെ ഒന്നുമല്ല എങ്ങനെയാണ് ഈ ഫ്രഷ് ആവാതെ ഫുഡ് കഴിക്കാന്ന് അറിയൂല. അപ്പോൾ നേരെ അടുത്തുള്ള കുളത്തിലോട്ട് പോയിട്ടൊരു കുളി. ഗൈസ് നല്ലൊരു കുളി കുളിച്ചു, ഒന്ന് ഫ്രഷായി. ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ചപ്പാത്തിയും കുറുമയായിരുന്നു കേട്ടോ, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് ആരും അറിയാതെ ഒരു പഴംപൊരി ചായ കൊണ്ട് കുടിച്ചു. വണ്ടി ചാട്ടായിട്ട് നമ്മളെ കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മളെ ചാടി ഓടി വണ്ടി കയറി. അങ്ങനെ നമ്മൾ സ്റ്റേഡിക്കുള്ള സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ വെരിയായിട്ട് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതെങ്കിലും പായെടുക്കുക, എവിടെയും ചുരുളുക, അത്രേ ഉള്ളൂ. അത് രാവിലെ സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. ടോയ്ലറ്റും ലോക്കില്ല, പിന്നെ എന്തൊക്കെയാണ് തട്ടിക്കൂട്ടി ഞാനെല്ലാം സെറ്റാക്കി. പിന്നെ ബക്കറ്റും പൊക്കിയിട്ട് ചുറ്റോറൊന്നും നോക്കാതെ നേരെ അങ്ങ് പോയി ബാത്റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായി കൃത്യം 2:30 തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ. എന്നിട്ട് നേരെ പോയിട്ട് ചോറ്റാനി കയറി കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, പിടുത്ത മുട്ട തിരക്ക്. നിന്ന് ചടച്ചപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഇരുന്നു കേട്ടോ. ഇരുന്നൊരു സുഖം കിട്ടിയേക്കിന് എല്ലാവരും നീച്ചുകയും ചെയ്തു. പിന്നെ മെല്ലെ വരി അനങ്ങുകൊണ്ട് വലിയ വിഷയമൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ദർശനം കണ്ടിറങ്ങി. അപ്പോഴാണ് കൂടെയുള്ള സ്വാമി പറഞ്ഞ് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ ദേവീൻ്റെ അനിയത്തി താഴെ ഉണ്ട്, അവിടെ പോയി കണ്ടിട്ട് വരാമെന്ന്. നമുക്ക് മൊത്തം ഒന്നും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കുറേ പരിമിതികളുണ്ടല്ലോ. അപ്പൊ ടാറ്റാ ബൈ ബൈ. വെയിറ്റ് ഒരു ഉഴുന്നോട്ടെ തിങ്ങട്ടെ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് അമ്പലത്തിലോട്ട് എത്തിയിരിക്കും. ചില അമ്പലങ്ങളെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ. ഓം നമ ശിവായ കണ്ടപ്പോൾ മനസ്സിലായി ശിവന്റെ അമ്പലമാണ്. പിന്നെ സ്വാമികൾ നല്ല പ്രാർത്ഥന ഉണ്ട് നന്ദിന്റെ ചെവിയിൽ. എന്തൊക്കെയാണ് വല്ല കോടീശ്വരനാവണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. നമുക്ക് എന്തായാലും അടുത്ത അമ്പലത്തിൽ വെച്ച് കാണാം. ചില അമ്പലങ്ങളിൽ വീഡിയോ എടുക്കാൻ തന്നെ മറന്നു കേട്ടോ, അത്രയ്ക്ക് രസമാണ്. ഇത് സൂര്യൻ്റെ അമ്പലം കേട്ടോ. ഇവിടെ പ്രസാദമൊക്കെ മറ്റേ രക്തചന്ദനം അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ്. കുറച്ച് നേരം എല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ അടുത്ത അമ്പലത്തേക്ക് യാത്രയായിട്ടോ. അങ്ങനെ നമ്മൾ എത്തിയത് ഗണപതിൻ്റെ അമ്പലത്തേക്കാണ്. പുറത്തുള്ള പ്രതിഷ്ഠയ്ക്ക് തൊഴുതപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് കുറച്ച് സ്വാമിമാർ ഞങ്ങളൊന്ന് പോയത്. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ 8 പേര് ഫേമസ് ആയി. അതിൻ്റെ ഒരു അഹങ്കാരമല്ലോ കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ കഥയും പറഞ്ഞൊക്കെ ടൈമിൽ ഏറ്റുമാനൂർ ശിവക്ഷേത്രം എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഭാഗ്യം കൊണ്ട് നട അടച്ചു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ പറഞ്ഞു. അപ്പം നമ്മൾ പുറത്തുള്ള പ്രതിഷ്ഠയൊക്കെ കയറി തൊഴുതു കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞു. ഇനി അടുത്ത അമ്പലം പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. ഈ അമ്പലത്തിൻ്റെ പേരൊക്കെ കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും അടിപൊളി അമ്പലം. ചില അമ്പലങ്ങൾ കണ്ടാൽ നമുക്ക് കണ്ട് കൊതി തീരൂല കേട്ടോ. കണ്ട ഓരോ അമ്പലം ഒന്നിനൊന്ന് മെച്ചാട്ടോ. ഞാനാട്ടോ ഏറ്റവും ബാക്കിലുണ്ട്, കാരണം ഞാനിങ്ങനെ ഓരോന്ന് പകർത്തിയെടുക്കല്ലേ. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതൊരു കടവാട്ടോ, നല്ല നൈസായിട്ടൊരു ബ്യൂട്ടി. അപ്പോഴാണ് കൂടെ ഉണ്ടാകുന്ന സ്വാമി വിളിച്ചു, വാ മോനെ ഇഡ്ഡലി കഴിക്കാം. ഓക്കേ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഗണപതിൻ്റെ അമ്പലം ഉണ്ടോ, ജസ്റ്റ് ഒന്ന് അവിടെയും കയറി. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ എരുമേലിക്കാട്ട് പോകണം. പേട്ടത്തുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എന്നാൽ വയ്ക്കന്നെ ശരം അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞോ, അത് തലയിലെടുത്ത് കെട്ടിത്തന്നു. പിന്നെ കണ്ടമാനം കളർ പൊടിയും മേത്ത് തേച്ചു. നമ്മളെ വണ്ടി അങ്ങ് മാറിയിട്ടേ കൊണ്ട് നമുക്ക് കുറച്ചധികം നടക്കാണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ വാവരുവള്ളി. നമ്മൾ ആദ്യം ഇതിൻ്റെ മുന്നിൽ ചെറിയൊരു അമ്പലം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയി തൊഴുതായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. പിന്നെ നമ്മൾ നല്ല തുള്ളൽ തുടങ്ങി കേട്ടോ. കന്യാസ്വാമിയുടെ നല്ലോണം തുള്ളണം എന്ന് പറഞ്ഞിരുന്നു. തുള്ളി അവശനായിട്ടോ. എൻ്റെ കോലം കണ്ടില്ലേ. ഓൺലൈനിൽ നമുക്ക് ബുക്കിംഗ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് ആട്ടോ എടുത്തേ. അങ്ങനെ സാധനം കൈ കിട്ടിട്ടോ. കളർ പൊടിയൊക്കെ മേത്ത് വാരിപ്പൊത്തിക്കൊണ്ടൊന്ന് കുളിക്കാൻ പോയത് കേട്ടോ. പിന്നെ ആ പൂതിയുണ്ട് മാറി കിട്ടി. തേങ്ങയ്ക്ക് പകരം ഇപ്പോൾ ഫോൺ അറിഞ്ഞാൽ കേട്ടോ. എന്തായാലും രക്ഷപ്പെട്ടു. കുറച്ച് അരവണിയും വാങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നമ്മൾ കഴിക്കാൻ എത്തിയേക്കിന് ഓൾമോസ്റ്റ് എല്ലാവരെയും ഫുഡ് കഴിക്കലേക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരെ നിലക്കൽ. എല്ലാവരും നല്ല റെസ്റ്റ് എടുക്കലാട്ടോ. കുറച്ച് നേരം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് എല്ലാം തീരുമാനമാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ. അങ്ങോട്ട് പോണവരും ഇങ്ങോട്ട് വരുന്നവരും ഒക്കെ പാടെ നല്ല തിരക്കാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല കരുണുള്ളത് കൊണ്ട് എല്ലാവർക്കും സൈഡ് കൊടുക്കും, അല്ലെങ്കിൽ അവരെല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോകട്ടോ.
അങ്ങനെ നമ്മൾ നിലക്കലെത്തിയിട്ടു. വണ്ടി ഒരു ഗുദാമിൽ പാർക്ക് ചെയ്തുകൊണ്ട് നടന്ന് ഇപ്പം തന്നെ ചടച്ചു. അങ്ങനെ പമ്പേക്കുള്ള ബസ് കയറിയിട്ടു. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒപ്പം തന്നെ ഇരിക്കാൻ പറ്റി. നമ്മുടെ മാളികപ്പുറത്തിൻ്റെ കൂടെ കളിച്ചിരുന്നിട്ട് പമ്പ എത്തിയാറില്ല കേട്ടോ. അപ്പം നമ്മുടെ പാർട്ട് 1 വീഡിയോ ഇത്രയേ ഉള്ളൂ.